ഹായ്, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ മരുഭൂമിയിൽ പോവുകയാണ്. ഇക്കുണ്ട്, ബാക്കിലൊരാളും കൂടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വന്ന് പറയും പരാതിയില്ല. നിന്നെയൊക്കെ കൊണ്ടിട്ട് തണുപ്പടുപ്പിച്ചിട്ടുണ്ടോ? നല്ല തണുപ്പുണ്ട്. അവിടുന്ന് തിരിച്ചോടുന്നോന്ന് അറിയത്തില്ല എല്ലാവരും. എന്തായാലും പോയി. അവിടെ വെട്ടമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. രാത്രിയാണ്. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. എന്തായാലും പോയി നോക്കാം. ഇവിടെ കോമ്പൗണ്ടിൽ താമസിക്കുന്ന കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നൊരു ദിവസം എല്ലാവരുമായിട്ട് ആഘോഷിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ ടെൻ്റൊക്കെ ഒരു ദിവസത്തെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. രാത്രിത്തെ കാഴ്ചകളൊക്കെയാണ് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ മരുഭൂമിയിലേക്കുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഓഫ് റോഡ് പോലെയാണ് ആദ്യം കുറച്ച് ഭാഗം. ഇക്കട വണ്ടിയുടെ വെട്ടത്തിൽ പോകുന്ന ഇതിപ്പോൾ രാത്രി വീഡിയോയിലൊന്നും കിട്ടൂല. ഇതെന്തുവാ ചക്കട പൊക്കട. ഇത് മണലല്ലല്ലേ, ഇവിടെ മൊത്തം കുണ്ടും കുഴിയും കയറ്റ ഇറക്കമൊക്കെ അല്ലേ. നീ നോക്കിയൊക്കെ പോ. ഞങ്ങളൊക്കെ സൈറ്റിൽ പോകുന്ന ഇതിലും തുറക്കടം പിടിച്ച വഴി. മോമശേനെ എന്തുവാടാ ഇത്? സർക്കസോ വണ്ടി? മണലില്ലേ ഇപ്പൊ മൊത്തം? പിന്നെ ഓഫ് റോഡാണോ? വിളിക്കാൻ വന്നാള് വന്ന കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ എത്തി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരൊക്കെ വരാനായിട്ടുണ്ട്. ഒക്കെ വന്നുടനെ തന്നെ ബൈക്കുമായിട്ട് മണലിലേക്ക് പോയിട്ട് വരികയാണ്. വെട്ടത്ത് ഞാൻ പിറക്കായിരിക്കാം. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഇതിലെ കൂടെ ഒന്ന് കയറണ്ട. എനിക്കൊറ്റയ്ക്ക് ഇരുട്ടില്ലെങ്കിൽ ഞാൻ പോയേനെ. ഒക്കെ എൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറയുകയാണ്. രാത്രി ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. എന്നാലും ഞാൻ എടുക്കാനായിട്ട് പോവുകയാണ്. താഴെ 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 ഓടിയില്ലേ? അവിടെ കൊണ്ട് കയറ്റി. ഇതിയൊക്കെ പൊക്കോളൂ. കുന്നിന്റെ വെളികൂടെ നടന്നു പോകാൻ മുടിയാവുക. ഷീജായി തിരക്കി പോവാണ് മുഹമ്മദ് ഷൈൻ.
ഷിജോ പാർക്ക് ചെയ്യോ ഫ്രണ്ടിലോട്ടുണ്ട്. ഷിജായ നമ്മൾ പ്രോ ഡ്രൈവറാക്കി കൊണ്ടുവന്ന്. എങ്ങനെയുണ്ട്? അതെ അതെ. അങ്ങനെ ഇരുട്ടത്ത് വണ്ടിയൊക്കെ ഓടിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ ഇക്കടുത്ത് പോയപ്പോൾ ഇതുപോലെ മക്കളൊക്കെ ഉള്ള സമയത്ത് ബൈക്ക് റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് പകലായിരുന്നു. പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ് ടെൻ്റൊക്കെ എടുത്തിട്ടുള്ള ഒരു രാത്രി. അടിപൊളിയായിരുന്നു. ദൂരെ മഞ്ഞ് പോലെ ആ ലൈറ്റ് വെട്ടമൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. ചോളം തീക്കനലിൽ വെച്ച് പൊള്ളിച്ചതാണ്. പക്ഷേ കുറച്ചത് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇക്ക അങ്ങനെ ബൈക്കൊക്കെ ഓട്ടിച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇക്ക നിൽക്കുന്നതിൻ്റെ നേരെ കാണുന്നത് ഇതുപോലുള്ള ടെൻ്റാണ്. അവിടെയും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട്. രാത്രിയിൽ ഇതുപോലെ തീ കായാനും മറ്റുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരാറുണ്ട്. രാത്രിയിലേക്ക് ഫുഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ലേഡീസ് എല്ലാവരും. ഈ ഒരു സമയത്തൊക്കെ നല്ല പാട്ടിട്ടേക്കുമായിരുന്നു അവിടെ. അടിപൊളി പാട്ടായിരുന്നു. പക്ഷേ പാട്ട് നമുക്കൊരു വിഷയമായതുകൊണ്ട് കോപ്പി റൈറ്റും കിട്ടും. അതുകൊണ്ട് അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ സംസാരിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീടാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുത്തത്. എല്ലാവരും കൂടെ സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു. കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് അതിൻ്റെ ഇടയിൽ ജെൻസൊക്കെ വന്നിട്ട് ചോളം ഒരുപാട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തീക്കനലിൽ വെച്ച് വീണ്ടും പൊള്ളിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ചില്ല, കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ പൈനാപ്പിളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളും ഇതുപോലെ അതിനകത്ത് മസാലകളൊക്കെ പുരട്ടിയതിന് ശേഷം ഈ തീക്കനലിൽ വെച്ച് അതും ഇതുപോലെ പൊള്ളിച്ചെടുത്ത് കഴിക്കാൻ നല്ലതായിരുന്നു. ഇവിടെ ഒരാളിരുന്ന് റൈസൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ലൈറ്റ് വെട്ടം കാണുന്നിടത്ത് അവിടെ ഒരാളിരുന്ന് കബാബ് ഉണ്ടാക്കുകയാണ്. കബാബ്, ചിക്കൻ കബാബ്, ഫിഷ്, ക്രാബ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ലതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരറ്റം ചേർന്ന് ചെന്ന് തീ എരിയുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓമശയം വന്ന് എന്നെ കളിയാക്കുകയാണ്. തണുത്ത് വിറച്ച് വന്ന് ഇരിക്കുകയാണോ എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ അതിനൊക്കെയുള്ള മറുപടിയും പറയുന്നുണ്ട്. പക്ഷെ പാട്ട് കിടക്കുന്നത് കൊണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ അകഭാഗം ഒന്ന് കാണിക്കാം. കുട്ടികളെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ടെൻറ്റിനകത്ത് വലിയ തണുപ്പില്ല, ചെറുതായിട്ട് തണുപ്പുണ്ട്. കുട്ടികളല്ലേ, അവർ ഓടിയും ചാടിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരും ഈ തീക്കനലിൻ്റെ 4 ചുറ്റുമായിട്ടിരിക്കുകയാണ്. ചോളമൊക്കെ കുക്ക് ചെയ്ത് റെഡിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആദ്യം കിട്ടിയത് കരിഞ്ഞതാണ്, ഞാനതങ്ങ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നല്ലതായിരുന്നു, പാകത്തിന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കളിയാക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ്. പാട്ട് മുമ്പേ പറഞ്ഞില്ല, അതുകൊണ്ട് പാട്ട് കിടക്കുന്നതിനെ കൊണ്ട് സൗണ്ട് ഞാൻ ഇട്ടിട്ടില്ല.
ഇക്ക അവിടെ ഇരുന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടോണ്ട്. ആദ്യം വിചാരിച്ച് ഇത്ര തണുപ്പിൽ ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടം തന്നെ ആയേനെ. ചോളമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പൈനാപ്പിൾ വീണ്ടും തീക്കനലിൽ വെച്ച് പൊള്ളിച്ചെടുക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടത് ഈ പൈനാപ്പിൾ ആയിരുന്നു. അതിനകത്ത് മസാലയൊക്കെ തേച്ച് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചോളത്തിനെ കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് പൈനാപ്പിളാണ്. അങ്ങനെ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മസാല നല്ലതുപോലെ അതിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലതായിരുന്നു കഴിക്കാൻ. ഇപ്പം ഞണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് വേണോന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞില്ലേ, ഞണ്ട്, കൊഞ്ച്, പിന്നെ ഏതോ ഒരു വലിയ ഫിഷ്, ഇതൊക്കെയാണ്. അത് കബാബായിട്ട് ചെയ്തെടുത്തേക്കാണ്. ഈ തീക്കനലിലല്ല, അല്ലാതെ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് കഴിച്ചില്ല. റൈസൊക്കെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് ഗ്രില്ല് ചെയ്യാനായിട്ട് ചിക്കൻ. ഈ ഒരു സമയത്ത് ഇക്ക അങ്ങോട്ട് വന്നിട്ട്, വാ നമുക്ക് മണലിൽ വണ്ടി ഓട്ടിക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇക്കായുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. 2 വണ്ടി മണലിലേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ഞാനും വണ്ടിയിൽ കയറിയിരിക്കാം. ഇക്കായ ഓട്ടിക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് നല്ല കണക്ക് കിട്ടത്തില്ല. ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇറക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ഇതിനകത്ത് ഇത്തിരി ചൂടുണ്ട്. അവിടെ ഇരുന്ന് ചൂടൊക്കെ ഉണ്ട് അവിടെ. വണ്ടിയിൽ കയറിയപ്പോൾ ഒരു സുഖം. ടയറൊക്കെ നോക്കിയ മണലിലേക്ക് ഇറങ്ങുന്ന കാറ്റൊക്കെ എയറൊക്കെ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ടയറിൻ്റെ. അവിടെ മൊത്തം പുകയാ.
ഞാൻ ഇതുവരെ അവിടെ ഇരിക്കുമായിരുന്നു. പാട്ടിട്ടേക്കുന്നതിനെ കൊണ്ട് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പാട്ട് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. മാമശേൻ എവിടുന്നോ വന്നേ നോക്കുന്നു, കുഞ്ഞേറി വണ്ടിയിലിരിക്കുന്നോന്ന്. ഇക്ക അവിടെ റെഡിയായിട്ട് നിൽക്കുക. 2 വണ്ടി അങ്ങോട്ട് പോകാനായിട്ട്. കുട്ടികളൊക്കെ കയറി വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. വരുന്നില്ലേ? അങ്ങോട്ട് പോന്നു, മരുഭൂമിയിലോട്ട് പോന്നു. പോയിട്ടൊന്നുമില്ലേ? ഈ വണ്ടിയിൽ പോന്നു. ഈ വണ്ടിയിൽ പോയിട്ടോ? വീഡിയോ അടിക്കണോ? അതെങ്ങനെ കിട്ടാനാണ്? ആദ്യത്തിരിക്കുന്ന നിങ്ങൾക്കല്ലേ? അല്ലേ വണ്ടി ഇറങ്ങുന്നതിന് വീഡിയോ. എന്റെ വേറെ ഫോണില്ല, എന്റെ ഫോണിൽ ഫുള്ളായി. ആണോ? നീ കേറ്, നീ കയറി ഇരിയടാ. മാമശേനെ ഞാൻ ഉത്സാഹപ്പെടുത്തിക്ക് വണ്ടിയിൽ കയറ്റാൻ നോക്കുകയാ. എല്ലാവരും പിള്ളേരെല്ലാം അതിൽ കയറി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ എത്തിക്കണേ. അല്ലാ, രാത്രി ആയതിനെ കൊണ്ട് സ്ഥലമൊന്നും കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ രാത്രി നല്ല രസമുണ്ട് എല്ലാവരും കൂടെ. എന്താ കുലുങ്ങുന്ന? ഇതിലും കയറുന്ന എന്റെ പൊന്നെ, ഇതിലും കയറുന്നുണ്ടെന്ന് തോന്നുന്നു ആളുകള്. ഇതിനകത്ത് ബാക്കിൽ ഇതിലും എല്ലാരും കൂടെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലും കയറിയ ഇതിലും കയറി ഫുള്ളായെന്ന് തോന്നുന്നു. പോയിട്ടും വരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. പച്ചപ്പുല്ല്, പച്ചപ്പുല്ലല്ല ഇപ്പം, അത് പച്ചപ്പൊക്കെ മാറിയിരിക്കുക. രാത്രി ആയതുകൊണ്ട് മഞ്ഞ് പോലെയൊക്കെ കാണുന്നുണ്ട്. നല്ല തണുപ്പാ. മതിയോ? വഴി എങ്ങോട്ടാണെന്നറിയാം. വഴി എങ്ങോട്ടൊക്കെയാണെന്ന് അറിയാൻ വയ്യ. പകലാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടിയേനെ. എല്ലായിടവും കുന്നും കുഴിയും മണലും എല്ലാം ആയിട്ട് ഇങ്ങനെ കിടക്കുക. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 2-3 വണ്ടി ടയറൊക്കെ കളഞ്ഞിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടിയൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ചങ്കൻ
തീയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വണ്ടി പോവുക. ഒരു വണ്ടി നിറച്ച്. കേറട്ട് കേട്ട് 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 കേട്ട്. മണല് പലയിടത്തും ഒരുപാട് കൂടുതലായിട്ടൊക്കെ ഉണ്ട്. ടയർ കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വണ്ടി ഇനി കീറിയിട്ടുണ്ട്. അങ്ങനെ പോയ ഓരോ വണ്ടികളായിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാം പാർട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇനി അടുത്തത് ലേഡീസാണ് പോകുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.